പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, അക്രൈസ്തവരോട് സുവിശേഷം പ്രസംഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട CJ വർക്കിയച്ചൻ വൈദികനായത്. എന്നാൽ കുടിയേറ്റ ജനതകളുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് അദ്ദേഹം നിയുക്തനായത്. ഒരിക്കൽ 8 പെൺകുട്ടികൾ വർക്കിയച്ചനെ സമീപിച്ച് തങ്ങൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ സമയം കുറവായതിനാൽ അത് നിരസിച്ചു. എങ്കിലും വിശ്രമ സമയമായ ഉച്ച സമയത്ത് അവരോട് കോൺവെന്റ് ചാപ്പലിൽ വരാൻ പറഞ്ഞു. അച്ഛൻ അവരോട് വചനം പ്രസംഗിച്ചു. അവസാന ദിവസം കൈവെപ്പിന് നിർദ്ദേശിച്ചിരുന്ന അച്ഛൻ വന്നില്ല. വർക്കിയച്ചനും ഒരു സിസ്റ്ററും ചേർന്ന് അവരുടെ ശിരസിൽ കൈകൾ വച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് സംഭവിച്ചത്. കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ലളിതമായ തുടക്കം ഇതായിരുന്നു. പ്രിയപ്പെട്ടവരെ, സുഭാഷിതം 16:11 മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പല ആലോചനകളും പലപ്പോഴും വ്യർത്ഥമായി പോകാറില്ലേ? കാരണം ദൈവം തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ ആലോചിക്കുന്നു, തീരുമാനിക്കുന്നു, ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ടോ? ഇന്നു മുതൽ ദൈവത്തോട് ആലോചന ചോദിച്ച് മുന്നേറാനുള്ള ഒരു വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാക്കാം. നമ്മെ ദൈവം സഹായിക്കും, തീർച്ച.